ഒന്നായി ചേർന്നു പാടാം സ്വർഗവാണി സ്വർഗവാണി. സ്വർഗവാണിയുടെ ഒരു മനോഹരമായ എപ്പിസോഡിലേക്ക് വീണ്ടും ഇവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഒരുപിടി നല്ല ഗാനങ്ങളുമായി വീണ്ടും സ്വർഗവാണി നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുകയാണ്. ഈ നിമിഷത്തിൽ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഫോണുകൾ എടുക്കുക, ഞങ്ങളെ വിളിക്കുക. നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്. ശേഷം തിരികെ വരാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്? എന്റെ പേര് ബിനു എന്നാണ്. ബിനു, എവിടുന്നാ വിളിച്ചിട്ടും വിളിക്കുന്നത്? ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. തിരുവനന്തപുരം. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഞാനൊരു സുവിശേഷ പ്രവർത്തകനാണ്. ഓ ശരി, ഒത്തിരി സന്തോഷം അങ്ങനെ കേട്ടതിൽ. പാസ്റ്ററാണോ? ഓക്കെ. അതെ. മക്കളൊക്കെ? എന്റെ ഫുൾ നെയിം വന്നിട്ട് ബിനു ശങ്കരൻ എന്നാണ്. ബിനു ശങ്കരൻ. അതെ. ഓക്കെ. ഫാമിലിയൊക്കെ? എനിക്ക് വൈഫ്, 2 കുഞ്ഞുങ്ങൾ. ആണോ? കുഞ്ഞുങ്ങൾ പഠിക്കുവാണോ? അതെ. ഓക്കെ, അപ്പൊ ഞങ്ങൾ ബിനു പാസ്റ്റർ എന്ന് തന്നെ വിളിക്കാം. പാസ്റ്റർ, ചർച്ചയ്ക്ക് എങ്ങനെ പോകുന്നു? ചർച്ച് എനിക്കായിട്ടില്ല. ഞാൻ കവലകളിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ഒരു ടീം പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി ശരി. എന്തായാലും നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തനവും ദൈവം ഇഷ്ടപ്പെടുന്നു, സ്വർഗം സന്തോഷിക്കുന്നു. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 വരി പാട്ട് പാടാമോ? പിന്നെന്താ? ഓക്കെ, പാടിക്കോളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത മുൻപിൽ, ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത മുൻപിൽ. പാസ്റ്റർ, വളരെ ബ്ലെസ്സിങ് ആയിരുന്നു. ഓക്കെ, അപ്പം ഞങ്ങൾ പാട്ട് പാടി തരണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു പാട്ടിന് സജഷൻ ഉണ്ടോ? ഒരു പാട്ട് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഏത് പാട്ടാ? പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ. അപ്പം ഞങ്ങളത് ഞങ്ങളുടെ എപ്പിസോഡിൽ അത് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം ദൈവം അനുഗ്രഹിക്കട്ടെ, മിനിസ്ട്രിയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, വീണ്ടും വിളിക്കണം. ഓക്കെ, അപ്പം നമ്മളെ വിളിച്ചത് ബിനു പാസ്റ്ററാണ്. അദ്ദേഹം ഒരു ഇവാഞ്ചലിസ്റ്റ് ആണ് എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹമായ ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടി. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ധാരാണ് വിളിക്കുന്നത്? കൊച്ചുമോളാൻ്റെ എവിടുന്നാ വിളിക്കുന്നത്? മേപ്രാൽ. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട് ആന്റി? ഇവിടെ ഭർത്താവുണ്ട്, മോളുണ്ട്, മോന് ജോലിക്ക് പോയിപ്പോ. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്ന വെച്ചാല് പുള്ളിയാണ് കുറെ നാളായിട്ട് ഇങ്ങനെ മദ്യപിക്കുമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു 3 വർഷമായിട്ട് ഇല്ലാതിരിക്കുവായിരുന്നു. ഇനിയിപ്പോ 1 മാസമായിട്ട് പിന്നെയും തുടങ്ങിയേക്കുവാ നല്ല രീതിയില്. പുള്ളി തന്നെയാ വിളിച്ചത്, ഞാൻ അറിഞ്ഞില്ല. പുള്ളി തന്നെയായത് ഫോൺ വിളിച്ചത്. ശരി. എന്തായാലും അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ അതിനകത്തൊക്കെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കാം. നമുക്ക് കാണുന്ന പ്രേക്ഷകരെല്ലാം പ്രാർത്ഥിക്കും. ധൈര്യപ്പെട്ടിരിക്കോ കേട്ടോ. തമ്പി. ഓക്കെ. അപ്പൊ ഞങ്ങൾ ഈ സ്വർഗവാണി എന്നുള്ള പ്രോഗ്രാമിൽ നല്ലൊരു പാട്ട് എനിക്ക് വേണ്ടി പാടിത്തരാം. ഓക്കെ, ഈ പാട്ടുകളൊക്കെ ഒത്തിരി ബലവും ശക്തിയൊക്കെ നൽകട്ടെ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പം വീണ്ടും വിളിക്കുക. ഓക്കെ. അപ്പോൾ നമ്മളെ വിളിച്ച കുഞ്ഞുമോളാൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ പ്രിയ കുടുംബത്തെ ഓർത്ത് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. കുഞ്ഞുമോളാൻ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു പാട്ട് പാടിയിട്ട് നമുക്ക് തിരികെ വരാം.
മറ്റൊരു അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൂടെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. ഈ പാട്ട് ഞങ്ങളുടെ പ്രിയ സ്നേഹിതൻ പാസ്റ്റർ അനിൽ അടൂർ എഴുതിയ പാട്ടാണ്. കർത്താവിൻ്റെ ക്രൂശീകരണത്തെപ്പറ്റി അത്ര മനോഹരമായിട്ട് വർണ്ണിക്കുകയും നമുക്കെന്താ പറയുക, നമ്മുടെ ഹൃദയത്തിലൊരു ഭയങ്കരമായിട്ടുള്ളൊരു വേദനയോടെ നമുക്ക് ഈ പാട്ട് പാടാൻ കഴിയും. അതിൻ്റെ അത്രയ്ക്കും മനോഹരമായിട്ടാണ് അതിൻ്റെ വരികളും മ്യൂസിക്കും എല്ലാം. ഈ പാട്ടിൽ പറഞ്ഞ പോലെ തന്നെ കർത്താവ് തൻ്റെ ഓരോ തുള്ളി രക്തവും ഒഴുക്കിയത് നമ്മുടെ പാപം പോക്കാനായിട്ടാണ്. അപ്പം ഈ കാണുന്ന പ്രേക്ഷകർ ചിന്തിക്കുക, നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായ കർത്താവ്, ആ കർത്താവിൻ്റെ ഓരോ ചുടുചോരത്തുള്ളികളും നമ്മളുടെ പാപം പോക്കുവാനാണ്. നമ്മുടെ മനസ്സിൽ തോന്നുക നമ്മളൊരു പാപിയാണ് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ആ ഒരു പാപത്തിനെ മോചിപ്പിക്കാനായിട്ടാണ് കർത്താവ് കാൽവറിയിൽ യാഗമായത്. ആ കർത്താവിൻ്റെ ആ ഒരു രക്തം നമ്മളെ കഴുകി നമ്മളെ ശുദ്ധീകരിച്ചു. അപ്പം ആ ഒരു വിശ്വാസത്തിൽ കർത്താവിന് വേണ്ടി ആ ഒരു ഓർമ്മയിൽ നമ്മളെല്ലാവരും ജീവിക്കുക. വളരെ ബ്ലെസ്സിങ് ഒരു സോങ്ങാണ്. ഇതിൻ്റെ വരികളൊക്കെ നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാ വിളിക്കുന്നത്? എന്റെ പേര് ജെസ്സി. ജെസ്സി എവിടുന്നാ ആൻറ്റി വിളിക്കുന്നേ? ഞാൻ കൊട്ടാരിക്കരയിൽ വേറെ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ ജെസ്സി ആൻറ്റി, വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഞാനിപ്പോ ഒരു മോള് മാത്രമേ ഉള്ളൂ. ഓക്കെ, മോള് പഠിക്കുവാണോ? ആ, മോള് പഠിക്കുക. നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ സ്വർഗവാണി? ആ, കാണാറുണ്ട്. ഓക്കെ, അപ്പം ജെസ്സി ആൻറ്റി, ഞങ്ങൾക്ക് നമ്മുടെ ഇന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് 2 പാട്ട് പാടാമോ? രണ്ടുപേരും പാടാം. ഓക്കെ, പാടിക്കും. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെ നിന്നും മതിയായവേ, ആവത്ത് രോഗത്തിൽ ഭദ്രയാസിൽ മനമേ അവൻ മതിയായവേ, ആവത്ത് രോഗത്തിൽ ഭദ്രയാസിൽ മനമേ അവൻ മതിയായവേ. ജെസ്സി ആൻറ്റി, എന്തോ? നമ്മുടെ ദൈവം മതിയായവനാണ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും, അല്ലേ? മതിയായവനാ. ഞാൻ വീട്ടിൽ തനിച്ചേ ഉള്ളൂ, എന്റെ കാല് വയ്യാതിരിക്കുക. ഓ ശരി, അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കാം, ഒന്നിനും ഭാരപ്പെടണ്ട. അപ്പം പാടിയ പാട്ട് പോലെ തന്നെ ആപത്തിലും രോഗത്തിലും വൻ പ്രയാസങ്ങളിലൊക്കെ നമ്മുടെ കർത്താവ് മതിയായവനാ കേട്ടോ. ആ ഒരു ബലം എപ്പോഴും ആൻറ്റി നടത്തട്ടെ. ഞങ്ങളും പ്രാർത്ഥിക്കാം കേട്ടോ, ധൈര്യമായിട്ടിരിക്കുക. അപ്പം ഞങ്ങൾ ഇന്ന് പാടിത്തരേണ്ട പാട്ട് വല്ലതുമുണ്ടോ? ആൻറ്റിക്ക് ഇഷ്ടമുള്ള പാട്ട്? ഏത് പാട്ടാ? എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ. ഓ ശരി, അപ്പം ജെസ്സി ആൻറ്റിക്കും കുടുംബത്തിനും വേണ്ടിയിട്ട് ഞങ്ങൾ ആ പാട്ട് പാടാം കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും വിളിക്കണേ. ഓക്കെ, നമ്മളെ വിളിച്ചത് ജെസ്സി ആൻറ്റിയാണ്. വീട്ടിൽ ജെസ്സി ആൻറ്റി ഒത്തിരി പ്രയാസത്തിലൊക്കെ ആയിരിക്കുന്നു, കാലിനൊക്കെ സുഖമില്ല എന്ന് പറഞ്ഞു. അപ്പം ആൻറ്റി പാടിയ പാട്ട് പോലെ തന്നെ കർത്താവ് ആൻറ്റിയെ ആപത്തിലും രോഗത്തിലും വൻ പ്രയാസങ്ങളൊക്കെ സൂക്ഷിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാ വിളിക്കുന്നത്? ബിജി. മേരി വർഗീസ്. ആന്റി സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഞാനും പോലും മാത്രം. ആണോ? മേരി ആന്റി, സ്ഥലം പറഞ്ഞില്ലല്ലോ, ഏത് സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്? എവിടെ? തൃശ്ശൂരോ? ഓക്കെ ഓക്കെ. മോൻ എന്ത് ചെയ്യുന്നു? കടയിൽ പോണല്ലേ. ഓക്കെ, ഇപ്പോഴാണ് കറക്റ്റായിട്ട് ആ സ്ലാങ് ഇങ്ങോട്ട് കിട്ടിയത്, തൃശ്ശൂരിന്റെ ആ സ്ലാങ്. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? പ്രോഗ്രാം ആണോ? ഓ ശരി ശരി. അപ്പൊ നമുക്ക് വേണ്ടി ഇന്നലെ ഒരു പാട്ട് പാടാമോ? പാട്ടിന്റെ 2 വരികൾ പാടാമോ? എന്തോ ഭക്തിഗാനാണോ? ആ, ഭക്തിഗാനം 2 വരി പാടിക്കോ. നന്മനേരും അമ്മ വിണ്ണിൻ രാജകന്യ
കന്യ സാർവവന്യ നീതി ലോകമാതാ. മതിയോ? ആ മതി മതി. നല്ല നല്ല പിച്ചില് നല്ല മനോഹരമായിട്ട് പാടി കേട്ടോ. ഓക്കെ. അപ്പൊ ഞങ്ങൾ ഇന്ന് ആന്റിക്ക് വേണ്ടി ഏത് പാട്ടാ പാടിത്തരണ്ടേ? ഏത് പാട്ടായാലും ഇഷ്ടാണ്. ഏത് പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളല്ലേ? അപ്പൊ വളരെ നല്ലൊരു പാട്ട് ആന്റിക്ക് വേണ്ടി പാടാം. വീണ്ടും വിളിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ. നമ്മളെ വിളിച്ചത് കുഞ്ഞുമോളാൻ്റിയാണ്. വളരെ നല്ലൊരു പാട്ട് നമുക്ക് വേണ്ടി കുഞ്ഞുമോളാൻ്റി പാടി. അപ്പം നല്ലൊരു സിംഗറാണ് അദ്ദേഹം. ഇഷ്ടമുള്ളൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ലൊരു പാട്ട് പാടിയിട്ട് തിരികെ വരാം. ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടൊരു പാട്ടാണ്. അതെ, നമ്മളൊത്തിരി പഴയ നൊസ്റ്റാൾജിയയിലോട്ട് പോയി. പണ്ടൊക്കെ ഒരുപാട് പാടി ആരാധിക്കുന്ന പാട്ടുകളാണ് ഇതൊക്കെ. അതെ അതെ. യേശുവിൻ പക്ഷമായി പണ്ടത്തെ കുടുംബ പ്രാർത്ഥനകളിലെ മെയിൻ സാന്നിധ്യമാണ് ഈ യേശുവിൻ പക്ഷമായി എന്നുള്ള പാട്ട്. ഈ പാട്ട് നമ്മൾ ഇന്ന് കേട്ട നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ടൈം ഇവിടെ തീരുകയാണ്. ഇനിയും ഞങ്ങളെ വിളിച്ചിട്ട് കിട്ടാത്തവർ വിഷമിക്കേണ്ട. നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നല്ലൊരു ദിവസം വീണ്ടും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കാണുന്നത് വരെ ദൈവം എല്ലാവരെയും സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.